തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഡൽഹിയിൽ നാടകീയ രംഗങ്ങളാണ്. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ മാധ്യമങ്ങളുമായി എത്തിയ ആം ആദ്മി പാർട്ടി നേതാക്കളെ പോലീസ് ഇന്ന് തടഞ്ഞു. ഔദ്യോഗിക വസതി സംബന്ധിച്ച് BJP ഉന്നയിക്കുന്ന ആരോപണങ്ങൾ വ്യാജമെന്ന് തെളിയിക്കാൻ വേണ്ടിയായിരുന്നു മാധ്യമങ്ങളുമായി എത്തിയതെന്ന് ആം ആദ്മി പാർട്ടിയുടെ നേതാക്കൾ. എന്നാൽ ആം ആദ്മി പാർട്ടി നാടകം കളിക്കുന്നുവെന്നാണ് BJP പറയുന്നത്. ഡൽഹി മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ മിനി ബാർ, സ്വിമ്മിംഗ് പൂൾ, സ്വർണത്തിലുള്ള ടോയ്ലറ്റ് തുടങ്ങിയവയാണ് BJP ആരോപണം. 80 കോടി രൂപ ചിലവിട്ട് അനധികൃതമായി ഔദ്യോഗിക വസതി മോഡി പിടിപ്പിച്ചു എന്ന് മോദി അടക്കം പറയുന്നുണ്ട്. ഇത് തെറ്റെന്ന് തെളിയിക്കാനാണ് സഞ്ജയ് സിംഗ്, സൗരഭ് ഭരദ്വാജ് എന്നീ നേതാക്കൾ വസതിയിലേക്ക് എത്തിയത്. സിവിൽ ലൈൻസിലെ ഫ്ലാഗ് സ്റ്റാഫ് റോഡിൽ ബാരിക്കേഡുകൾ വെച്ച് വൻ പോലീസ് വിന്യാസം. മാധ്യമപ്രവർത്തകരെയും അകത്ത് പ്രവേശിപ്പിക്കണമെന്ന് പോലീസിനോട് നേതാക്കൾ ആവശ്യപ്പെട്ടു. എന്നാൽ ആരെയും അകത്ത് പ്രവേശിപ്പിക്കില്ലെന്ന് പോലീസ് നിലപാടെടുത്തതോടെ നേതാക്കൾ വസതിക്ക് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. പ്രധാനമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും വസതികൾ ജനങ്ങൾക്ക് തുറന്നുകൊടുത്താൽ ആരാണ് കള്ളം പറയുന്നത് എന്ന് മനസ്സിലാകുമെന്ന് ആം ആദ്മി പാർട്ടി നേതാക്കൾ. प्रधानमंत्री आवास भी देखेंगे, हम मुख्यमंत्री आवास भी देखेंगे और पब्लिक को दिखाएंगे और पब्लिक खुद तय कर ले कि अगर आवास और निवास पर ही वोट डलना है दिल्ली का, तो दोनों के आवास निवास दिखा दिए जाएं और पब्लिक उसी के ऊपर वोट डाल ले. സിവിൽ ലൈൻസിലെ പ്രതിഷേധത്തിന് ശേഷം സഞ്ജയ് സിംഗും സൗരഭ് ഭരദ്വാജും നേരെ പോയത് ലോക് കല്യാൺ മാർഗിലേക്കാണ്. മോദിയുടെ വസതി ഇരിക്കുന്ന ഭാഗം തുറന്നു കാണിക്കാൻ BJPയെ വെല്ലുവിളിച്ചായിരുന്നു പ്രതിഷേധം. എന്നാൽ മെട്രോ സ്റ്റേഷന് സമീപത്ത് വെച്ച് തന്നെ നേതാക്കളെ പോലീസ് തടഞ്ഞു. ഒരു മുഖ്യമന്ത്രിയുടെ വസതിക്ക് ഒരുക്കി നൽകിയിട്ടില്ലാത്ത സുരക്ഷയാണ് ഭരണപക്ഷത്തെ പാർട്ടി നേതാക്കൾ ഇന്ന് മുഖ്യമന്ത്രിയുടെ വസതിയിലേക്ക് എത്തിയപ്പോൾ ഡൽഹി പോലീസ് ഒരുക്കിയത്. ഈ വീട് നേതാക്കൾക്ക് തുറന്നു കൊടുക്കാത്തതിന് കാരണം ഇത് തുറന്നു നൽകിയാൽ പ്രധാനമന്ത്രിയുടെ വസതിയും ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടേണ്ടി വരുമെന്ന ഭയമാണെന്ന് ആം ആദ്മി പാർട്ടി നേതാക്കൾ കുറ്റപ്പെടുത്തുന്നു. വൈശാഖ് ജയ്പാലിനോടൊപ്പം സിവിൽ ലൈൻസിൽ നിന്ന് അർജുൻ പീതാംബരൻ, മാതൃഭൂമി ന്യൂസ്.